പുറത്തിറങ്ങിയിട്ട് ഒരാഴ്ച മാത്രമായിട്ടുള്ള ഡീപ് സീക്ക് ആപ്പ് ഓപ്പൺ എഐ, BPS, ChatGPT ഉൾപ്പെടെയുള്ള എതിരാളികളെ പിന്തള്ളി US-ൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന സൗജന്യ ആപ്ലിക്കേഷനായി മാറിയ ഡീപ് സീക്ക്. ചൈനീസ് AI ചാറ്റ്ബോട്ട് ഡീപ് സീക്കിന്റെ വരവിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ ഓഹരി വിപണി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് അമേരിക്കൻ ആധിപത്യത്തിന്റെ ഭാവിയും US സ്ഥാപനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന വൻ നിക്ഷേപങ്ങൾക്കും കനത്ത വെല്ലുവിളി ഉയർത്തുന്ന നീക്കമാണ് ചൈനീസ് സ്റ്റാർട്ടപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഓപ്പൺ AI അടക്കമുള്ള എതിരാളികൾ മുടക്കിയതിനേക്കാൾ കുറഞ്ഞ നിക്ഷേപത്തിലാണ് ഡീപ് സീക്കിന്റെ ഈ വളർച്ചയെന്നതാണ് അതിശയിപ്പിക്കുന്നത്. ഡീപ് സീക്ക് V3 മോഡൽ ഏകദേശം $6 മില്യൺ വികസിപ്പിച്ചതാണെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് തെറ്റായ വാദമാണെന്നാണ് അമേരിക്കൻ കമ്പനികൾ പറയുന്നത്. ചൈനീസ് നിർമ്മിത ബുദ്ധി സ്റ്റാർട്ടപ്പായ ഡീപ് സീക്കിന്റെ വളർച്ച അമേരിക്കൻ കമ്പനികൾക്ക് നൽകുന്ന ആശങ്ക ചെറുതൊന്നുമല്ല. ഈ മേഖലയിലെ അമേരിക്കയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഡീപ് സീക്ക് അഡ്വാൻസ്ഡ് ചിപ്പ് സാങ്കേതിക വിദ്യയിൽ ചൈനയുടെ മുന്നേറ്റത്തിന് തടയിടാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാണ്. അമേരിക്കൻ ആധിപത്യത്തിന് കനത്ത പ്രഹരം തന്നെയാണ് ഡീപ് സീക്ക് നൽകിയിരിക്കുന്നത്. AI ശക്തിപ്പെടുത്തുന്ന നൂതന ചിപ്പ് സാങ്കേതിക വിദ്യ ചൈനയ്ക്ക് വിൽക്കുന്നതിൽ നിന്ന് കമ്പനികൾക്ക് US നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡീപ് സീക്കിന്റെ ആവിർഭാവം എന്നതാണ് ശ്രദ്ധേയം. നിർമ്മിത ബുദ്ധിയിലെ ചൈനയുടെ കരുത്ത് വ്യക്തമാക്കുന്ന ഡീപ് സീക്ക് ഓപ്പൺ എൻഡഡ് ലാർജ് ലാംഗ്വേജ് മോഡലാണ്. ChatGPT, ജെമിനി എന്നിവയ്ക്കൊപ്പം പ്രവർത്തന മികവ് ഉണ്ടെങ്കിലും മുടക്കുമുതൽ കുറവാണെന്നതാണ് ഡീപ് സീക്കിന് വിപണിയിൽ പ്രിയം വർദ്ധിപ്പിക്കുന്നത്. ഉയർന്ന കമ്പ്യൂട്ടിംഗ് പവറുള്ള AI മോഡലുകൾ വികസിപ്പിക്കുന്നതിന് വലിയ ചെലവ് വേണ്ടിവരുമെന്ന അവകാശവാദങ്ങൾ നിഷ്പ്രഭമാക്കിയാണ് ഡീപ് സീക്ക് സൗജന്യമായി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത്. പരിശീലനത്തിനായി NVIDIAയുടെ H800 ചിപ്പുകൾ ഉപയോഗിച്ച് ഡീപ് സീക്ക് വികസിപ്പിക്കാൻ $6 ലക്ഷം മാത്രമാണ് ചെലവായത്. ഗൂഗിളും മെറ്റയും ഓപ്പൺ എഐയും ഓരോ വർഷവും അപ്ഡേഷന് ചെലവാക്കുന്ന തുക ഇതിലധികമാണ്. US കമ്പനികളെ അപേക്ഷിച്ച് ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഡീപ് സീക്ക് മോഡലുകൾ വികസിപ്പിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ഡീപ് സീക്ക് പുറത്തുവിട്ട കണക്ക് പ്രകാരം V3 മോഡൽ വികസിപ്പിക്കാനും ട്രെയിൻ ചെയ്യാനും $6 ദശലക്ഷം താഴെയാണ് ചെലവ് വന്നിട്ടുള്ളത്. NVIDIAയുടെ 2000 H800 ചിപ്പുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. H100 ആണ് NVIDIAയുടെ ഫ്ലാഗ്ഷിപ്പ് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ. എന്നാൽ അമേരിക്കയുടെ ഉപരോധം കാരണം ചൈനയ്ക്ക് H100 GPUകൾ ഇറക്കുമതി ചെയ്യാൻ സാധിക്കില്ല. അതിനാലാണ് ഡീപ് സീക്ക് H800 ചിപ്പുകൾ ഉപയോഗിക്കുന്നത്. H100നെ അപേക്ഷിച്ച് ഇവയ്ക്ക് ഡാറ്റ ട്രാൻസ്ഫർ നിരക്ക് കുറവാണ്. ChatGPTയുടെ മാതൃ കമ്പനിയായ ഓപ്പൺ എഐയുടെയും ഗൂഗിളിന്റെയും മെറ്റയുടെയും സാധ്യതകളെ മറികടക്കുന്ന തരത്തിലുള്ളതാണ് ഡീപ് സീക്കിന്റെ ലാർജ് ലാംഗ്വേജ് മോഡൽ. ചൈനീസ് ക്വാണ്ട് ഹെഡ് ഫണ്ട് മാനേജർ ലിയാങ് വെൻഫെങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ് ഡീപ് സീക്ക്. ആപ്പിന്റെ ഇപ്പോഴുണ്ടായ ഈ മുന്നേറ്റം ടെക്നോളജി രംഗത്ത് അമേരിക്കയ്ക്കുണ്ടാക്കിയ ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. അധികാരത്തിലെത്തിയ ഉടൻ ചൈനയ്ക്ക് മേൽ ഇറക്കുമതി തീരുവയടക്കം കൂട്ടിക്കൊണ്ട് വ്യാപാര യുദ്ധത്തിലേക്ക് ഇറങ്ങിയ അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമാണ് ഇതുവഴി ഉണ്ടായിരിക്കുന്നത്.